പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മിക്കവരുടെയും വീടുകളിൽ ഹോണ്ട ആക്റ്റീവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓട്ടോമാറ്റിക്കൽ സ്കൂട്ടറുകൾ ഉണ്ടാവും. കൂടുതലും സ്ത്രീകളും പ്രായമായവരുമാണ് ഓട്ടോമാറ്റിക് സ്കൂട്ടറുകൾ അഥവാ CVT ട്രാൻസ്മിഷനുള്ള സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. ബൈക്കുകളെ അപേക്ഷിച്ച് ഓട്ടോമാറ്റിക് സ്കൂട്ടറുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയും. നമ്മൾ മിക്കവരും പുതിയ സ്കൂട്ടർ വാങ്ങി അതിൻ്റെ കമ്പനി സർവീസ് കഴിയുന്നതുവരെ മെയിൻ്റനൻസും സർവീസും കറക്റ്റായി ചെയ്തു വയ്ക്കും. എന്നാൽ അതിനുശേഷം ആരും ശ്രദ്ധിക്കാറില്ല. ചിലരൊക്കെ സ്കൂട്ടറിൻ്റെ എൻജിൻ ഓയിൽ സമയത്ത് തന്നെ ചേഞ്ച് ചെയ്യാറുണ്ട്, എന്നാൽ അതിൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാറില്ല. അതുപോലെ സ്കൂട്ടറിൻ്റെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്കൻഡറി എയർ ഫിൽട്ടർ കൂടി ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമ്മൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് അവരോട് ഇവയൊക്കെ മാറണമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. ഞാൻ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ ആക്റ്റീവയാണ്. ഫസ്റ്റ് മോഡൽ കഴിഞ്ഞ് അടുത്തതായി ഇറങ്ങിയ മോഡലാണിത്. ഇപ്പോൾ ഇതിൻ്റെ 6th ജനറേഷനാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ പ്രൈമറി എയർ ഫിൽറ്ററും സെക്കൻഡറി എയർ ഫിൽറ്ററും എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ആക്റ്റീവ അഴിക്കാൻ സൗകര്യത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി എയർ ഫിൽറ്ററും സെക്കൻഡറി എയർ ഫിൽറ്ററും എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈമറി എയർ ഫിൽറ്റർ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ അടിവശത്തായിട്ടാണ്. ഇവിടെ ഒരു ബോക്സ് കാണാൻ പറ്റും, ബ്ലാക്ക് ബോക്സ്. ഇതിനുള്ളിലാണ് പ്രൈമറി എയർ ഫിൽറ്റർ ഉള്ളത്. ഇതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ വരുന്നത് റൈറ്റ് സൈഡിൽ സൈലൻസറിന് മുകളിലായിട്ടാണ്. അപ്പം ഇത് ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഇതിൻ്റെ കവർ അഴിച്ചു മാറ്റണം. കവർ അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് ലോക്ക് ഉപയോഗിച്ച് സീറ്റ് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് 12ൻ്റെ ഒരു സ്പാനറും ഒരു സ്റ്റാർ സ്കൂട്ടറും മാത്രമാണ്. അപ്പോൾ നമുക്ക് കീ ഉപയോഗിച്ച് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. സീറ്റ് ഉയർത്തിയതിന് ശേഷം ഇതിൽ 12ൻ്റെ 3 ബോൾട്ടുകൾ കാണാൻ പറ്റും. ഇത് സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കണം. ഇത് ഞാൻ നേരത്തെ ലൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് അഴിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇത് 3ഉം അഴിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്യണം. രണ്ട് വലിയ ബോൾട്ടും ഒരു ചെറിയ ബോൾട്ടുമാണ്. ഇത് നമ്മൾ സേഫായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇനി ഇതിൻ്റെ കവർ മുകളിലേക്ക് ഉയർത്തണം. സാവധാനം വേണം. അപ്പോൾ ഇതിനുള്ളിൽ കാറിൻ്റെ ബോണറ്റിനുള്ളിലുള്ള പോലെ ഒരു ലിവർ കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ കൊളുത്തി കഴിഞ്ഞാൽ ഇതെവിടെ സേഫായിട്ടിരുന്നുള്ളൂ. ഇനിയും ഈ കാണുന്നതാണ് പ്രൈമറി എയർ ഫിൽറ്ററിൻ്റെ ബോക്സ്. ഈ ബോക്സിന് ചുറ്റും 6 സ്ക്രൂ ആണുള്ളത്. അത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഴിച്ചെടുക്കണം. സ്ക്രൂ എല്ലാം അഴിച്ചതിന് ശേഷം ഇതിൻ്റെ വെളിയിലോട്ട് എടുക്കണം. ഈ കാണുന്നതാണ് പ്രൈമറി എയർ ഫിൽറ്റർ. ഇനിയും പഴയ ഫിൽറ്റർ ഈ ബോക്സിനുള്ളിൽ നിന്ന് നമുക്ക് അഴിച്ചെടുക്കണം. അതിനായി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ക്രൂ കാണാം. ഇത് അഴിക്കുക.
ഇനി ഈ ഫിൽറ്റർ പുറത്തേക്ക് ഊരിയെടുക്കണം. പൊടിയൊക്കെ പിടിച്ച് ഇത് ആകെ മോശമായിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിത് ഡസ്റ്റ് ക്ലീൻ ചെയ്തിടാം, പക്ഷെ അതിനേക്കാൾ നല്ലത് പുതിയത് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയത് എടുക്കാം. ഇത് ഹീറോയുടെയാണ്, മാസ്ട്രോ. ഇപ്പം മാസ്ട്രോ ആദ്യം ഇറങ്ങിയ മോഡലിൻ്റെയും ആക്ടിവയുടെയും സെക്കൻഡ് ജനറേഷൻ ആക്ടിവയുടെയും സെയിം ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ തമ്മിൽ ഒരു സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മളിത് ഫിക്സ് ചെയ്യുക. അതിനു മുമ്പ് ഇതിന് ഉൾവശമൊക്കെ തുണി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഉൾവശം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കവറും നമ്മൾ ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഈ പുതിയ ഫിൽറ്റർ നമുക്ക് ഇതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഉള്ളിൽ സിറ്റാകണം, ഗ്യാപ്പ് വരാൻ പാടില്ല. എന്നിട്ട് ഇതിൻ്റെ സ്ക്രൂ ഫിക്സ് ചെയ്യണം. ഈ ബോക്സിന് ചുറ്റുമുള്ള 6 സ്ക്രൂ ഗ്യാപ്പില്ലാതെ നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അകത്ത് ചെളിയും മറ്റും കയറുവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹോണ്ട ആക്റ്റീവയുടെ പ്രൈമറി എയർ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും, വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. ഇനിയും അടുത്തത് സെക്കൻഡറി എയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ കേബിളൊക്കെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് ഇത് മാറ്റുകയാണ്. ഈ കേബിളാണ് നമ്മൾ ലോക്കിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തത്. ഇത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ നേരത്ത് ലോക്കിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ വരുന്നത് ഇപ്പുറത്താണ്, റൈറ്റ് സൈഡിൽ. ഈ കാണുന്ന ചെറിയ ബോക്സാണ്. നമ്മൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം ഇതിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഇതാണ് കാർബറേറ്റർ. ഈ കാർബറേറ്ററിലോട്ടാണ് പ്രൈമറി എയർ ഇൻടേക്ക് വരുന്നത്. അവിടെ നിന്ന് കാർബറേറ്ററിൽ ഫ്യൂവലും എയറും കൂടെ മിക്സ് ചെയ്ത് എൻജിനുള്ളിലേക്ക് പോകുന്നു. ഈ എയർ ഇൻടേക്കാണിത്. ഇതിന് 3 ഓസ് കണക്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക്. ഒരെണ്ണം എൻജിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വന്ന് ഇതിൻ്റെ ഡയഫ്രത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. എൻജിനിൽ നിന്നുള്ള പ്രഷർ വന്ന് ഈ ഡയഫ്രം ഓപ്പണായി പുറത്തു നിന്നുള്ള എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ കാണുന്ന ഓസ് വഴി എക്സോസ്റ്റ് പോർട്ടിലേക്ക് പോകുന്നു. ഇത് നോൺ റിട്ടേൺ വാൽവാണ്. എക്സോസ്റ്റിൽ നിന്നുള്ള എയറാണ് ഇവിടേക്ക് വരുന്നത്. ഇത് സെക്കൻഡറി എയർ ഫിൽറ്റർ ബോക്സ് ആണ്. ഇതിൻ്റെ അടിവശത്തുള്ള സ്റ്റാർ സ്ക്രൂ ആദ്യം അഴിച്ചെടുക്കണം.
അതിനുശേഷം ബോക്സിന് ചുറ്റുമുള്ള 4 ലോക്കുകൾ അഴിച്ചെടുക്കണം. ഇത് ഞാൻ തൽക്കാലം ഒരു ഫിൽറ്റർ ഉണ്ടാക്കി ഇട്ടതാണ്. ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ചാണ്. അത് നമ്മൾ ഇടാൻ പോകുന്നത് പുതിയ ഫിൽറ്ററാണ്. ഇതാണ് സെക്കൻഡറി എയർ ഫിൽറ്റർ. ഇത് നമ്മൾ ഈ ബോക്സിനുള്ളിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കയറ്റാം. കറക്റ്റായി സിറ്റ് ആയെന്ന് നോക്കണം. ഇതുവഴിയാണ് എയർ സക്ക് ചെയ്യുന്നത്. ഈ എയർ ഫിൽട്ടർ ചെയ്ത എയർ ഇതിനുള്ളിലൂടെ താഴെ ഈ കാണുന്ന ഓസിലൂടെ ഉള്ളിലേക്ക് പോകും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് സെക്കൻഡറി എയർ ഫിൽട്ടർ ചേഞ്ചിങ്. ഇതിൻ്റെ കവർ തിരികെ ഫിക്സ് ചെയ്യണം. അതിനു മുമ്പായി ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ 2 ബുഷുകൾ കറക്റ്റായി ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കേബിൾ കണക്ട് ചെയ്യണം. ലോക്കുമായിട്ടുള്ള ഈ കേബിളും കൂടി കണക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ കവർ തിരികെ ഫിക്സ് ചെയ്യാം. നമ്മുടെ ആക്റ്റീവയുടെ പ്രൈമറി എയർ ഫിൽറ്ററും സെക്കൻഡറി എയർ ഫിൽറ്ററും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ നട്ട് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് നമ്മുടെ ഈ പുറത്തെ ഇൻഡിക്കേറ്ററുകളാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യും. തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.